ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കന്നിപ്പടകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത്. അതിൽ മുന്നായിട്ട് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ വൈറ്റ് ലൈനേജ് ബടണി 4 മക്കളെയും ഞാൻ തികച്ചു സൗജന്യമായിട്ട് നമ്മളെ തിരുവനന്തപുരത്തുള്ള സബ്സ്ക്രൈബർ സീനത്തക്ക് കൊടുക്കുകയാണ്. ഒരു സന്തോഷം എന്നോടെയാണ് കൊടുത്തേക്കുന്നത്. നാളെയാണ് അയക്കുന്നത്. അതെന്താ കാരണം എന്ന് നിങ്ങളും കൂടി അറിയണം. മെയ് ജൂൺ ജൂലൈ മാസത്തിൽ യൂട്യൂബ് ഒരു ബോണസ് പരിപാടി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാനും മെയിലും ജൂണിലും നമുക്ക് ബോണസ് കിട്ടിയിട്ടില്ല. ജൂലൈയിൽ നമ്മളെ ഷോർട്സ് സെലക്ട് ആവുകയും നമുക്ക് ബോണസ് എമൗണ്ട് ആയി $200 അല്ല, അത് ടാക്സ് കഴിച്ച് $190 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. നമ്മളുടെ സാധാ നമ്മൾ നോർമൽ വ്യൂസ് $100 ആകുമ്പോഴാണ് ഒരുമിച്ച് കിട്ടുള്ളൂ. ക്യാഷ് കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നമുക്ക് കിട്ടിയെന്നുള്ള മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സീനത്തത്തെ നമുക്ക് ഷോർട്സിലേക്ക് ഒരുപാട് വീഡിയോസ് തന്നിട്ടുണ്ട്. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് നമ്മളെ യൂട്യൂബ് ഷോർട്സിലേക്ക് വീഡിയോസ് തന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ തന്നിട്ടുണ്ട്. ശോഭന ചേച്ചീനെ നമ്മൾ മറന്നിട്ടില്ല. പക്ഷേ ഈ സീനത്തത്തെ നമുക്ക് ഏകദേശം 15ൻ്റെ മുകളിൽ ഏകദേശം 18ഓളം ഷോർട്സൊക്കെ അവർ തന്നിട്ടുണ്ട്. നല്ല വ്യൂസ് കയറി പോയിട്ടുണ്ട്. അപ്പോൾ ചിലരോടൊക്കെ ഷോർട്സ് ചോദിക്കുമ്പോൾ ഇനി നിങ്ങൾ വീഡിയോ ചോദിക്കല്ലേ എന്ന് പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട്. അങ്ങനത്തെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വ്യൂസൊക്കെ കിട്ടി തന്ന ഷോർട്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്നാണ് നമ്മൾ ഈ ഒരു അമ്മക്കോനി മക്കളെ ഒരു അയക്കുന്നത് കേട്ടോ. നാളെയാണ് നമ്മൾ കൊടുത്തയക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ കന്നിപ്പടകളെ പറ്റി പറയാം. കന്നിപ്പട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് മുട്ടയിട്ട് തുടങ്ങുന്ന പിടക്കോഴി അല്ലെങ്കിൽ മുട്ടടാനായ പിടക്കോഴി, രണ്ടിനും കന്നിപ്പട എന്നാട്ടോ പറയാം. അപ്പോൾ നാടൻ കോഴി സാധാരണ ഒരു 6 മാസം ആകുമ്പോഴാണ് മുട്ടയിട്ട് തുടങ്ങുന്നത്. ചിലത് 5.5 മാസത്തിൽ തുടങ്ങും, ചിലത് 6 മാസം കഴിയും, ചിലത് 7 മാസം ആയാലും മുട്ടയിടാത്തുണ്ടാവും. ഒരു 7 കഴിഞ്ഞിട്ട് പിന്നെ മുട്ടയിട്ടിട്ടില്ലെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ട് എന്നാട്ടോ. എന്തായാലും 7 മാസത്തിൻ്റെ മുന്നായിട്ട് മുട്ടയിടും. ചിലവർ ലേറ്റായിട്ട് ഇടും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടായില്ല. ഇവിടെ 6 മാസം ആകുമ്പോൾ തന്നെ മുട്ടയിടും കേട്ടോ. പിന്നെ കന്നിപ്പടൻ്റെ കന്നിമുട്ട അടവെക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ചിലവരൊക്കെ. അതിലൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. പിന്നെ കന്നിപ്പട എന്ന് പറഞ്ഞാൽ മുട്ടയിട്ട് തുടങ്ങുന്ന ഒരു പിടക്കോഴിയാണ്. അപ്പോൾ അതിനാകെ ഭയങ്കര ഒരു വെപ്രാളും വേജാറും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ, ഒരു പിടക്കോഴി മുട്ടടാനായി നമുക്ക് എങ്ങനെ അറിയാം വെച്ചാൽ, ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ അതിൻ്റെ പൂവും താടൊക്കെ ചുവന്ന് വരും, നല്ലൊരു ഭംഗി വെക്കും, കോഴി തന്നെ നല്ലൊരു ഉഷാറായി വരും. പിന്നെ അത് സ്ഥലം തിരഞ്ഞ് നടക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അതിന് നല്ലൊരു സ്ഥലം കാണിച്ചു കൊടുക്കണം. ഒരു എഗ് ബോക്സ് നമ്മൾ കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അത് അറിയില്ല അത് കന്നിപ്പടയാണ്. അത് ചിലപ്പോൾ കൂടിൻ്റെ ചോട്ടിലോ ഇല്ലെങ്കിൽ ബക്കറ്റിൻ്റെ അവിടെ എവിടെയൊക്കെ കൊണ്ടുപോയി മുട്ടയിടും. അത് കാക്ക കൊണ്ടുപോവുകയും ചെയ്യും. നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ ഇത് മുട്ടയിടാനായി നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു എഗ് ബോക്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സാധാരണ നമ്മളെ സാധാ അടക്കോഴികൾ മുട്ടയിടുന്ന സ്ഥലത്തേക്ക് അതിനെ ആട്ടി പായിപ്പിക്കുക. അപ്പോൾ ഓരൊക്കെ മുട്ടയിടുന്ന സ്ഥലത്ത് ഒരു മുട്ടയിടുന്ന കാണുമ്പോൾ ഇതും അവിടെ ഇരുന്നോളും, കൂടുതൽ മുട്ടയിട്ടോളും. പിന്നെ കന്നിപ്പടൻ അട വെക്കാൻ പറ്റൂല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ചില കന്നിപ്പടകൾ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. അതായത് ഓർക്ക് എന്തെങ്കിലും ഒന്നുണ്ടായാൽ ഒരു എണീറ്റ് ഓടിപ്പോവും. അതായത് ഇപ്പോൾ നമ്മൾ അട വെച്ചെന്നായിരിക്കും, അട വെച്ച് ഒരു 3-4 ദിവസം ഇരുന്നിട്ട് പിന്നെ ഒരു ഇരിക്കാതായി പോകും. അപ്പോൾ ആ മുട്ടകൾ കേട് വന്നു പോകും. പക്ഷേ ചില കന്നിപ്പടകളുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞുതരാം ഏത് ടൈപ്പിനെ നമ്മൾ അട വെക്കേണ്ടത് വെച്ചാൽ, നമ്മൾ പിന്നെ കന്നിപ്പടകൾ പൊരുതി തുടങ്ങും. അതായത് മുട്ടയിട്ട് ചിലത് 5 ഇടും, ചിലത് 7 ഇടും, ചിലത് 8 ഇടും. ഇവിടെ നോർമലി ഒരു 5-6 വരെ ഇടലുള്ളൂ കന്നിപ്പട. പിന്നെ കന്നിപ്പട ഇടുന്ന ഫസ്റ്റ് മുട്ട വളരെ ചെറുതായിരിക്കും. ആദ്യം തന്നെ വലിയ മുട്ടയൊന്നും കിട്ടൂല. പിന്നെ അതിങ്ങനെ സൈസ് ഇങ്ങനെ കൂടിയൊക്കെ വരിക. കോഴീൻ്റെ ഫസ്റ്റ് അത് ആദ്യമായിട്ട് മുട്ടയിട്ട് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ബ്ലഡൊക്കെ ഉണ്ടാവും. പിന്നെ ചെറിയ സൈസുള്ള മുട്ടയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ കന്നിപ്പട ഒരു ബാച്ച് മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് പൊരുത്ത് ലക്ഷണം കാണിക്കും. പൊരുത്ത് ലക്ഷണം കാണിക്കുന്ന പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല, ചിറകൊക്കെ ഒന്നായിട്ട് വീർത്ത് പിന്നെ അത് എണീക്കാതൊരു സ്ഥലത്ത് തന്നെ കിടക്കും. അപ്പോൾ നല്ലോണം പൊരുതിയ കന്നിപ്പട ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അട വെക്കാം. അതെന്തായാലും 21 ദിവസം അട കിടന്നോളും. പിന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, നമ്മൾ കന്നിപ്പട എവിടെയെങ്കിലും ആയിരിക്കും മുട്ടയിടുക. അപ്പോൾ നമ്മൾ സ്ഥലം മാറ്റി വെക്കുമ്പോൾ ഒരട ഇരിക്കൂല. നമ്മൾ സാധാ അടക്കോഴികളെ മാതിരിയല്ല, അവർക്ക് ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്ഥലം മാറ്റി വെക്കുമ്പോൾ ഈ കന്നിപ്പട അട ഇരുന്നോളണമെന്നില്ല. ചിലർ കൊട്ടോണ്ടൊക്കെ മൂടി വെച്ചിട്ട് അങ്ങനെ ആക്കിയിട്ട് അങ്ങനൊന്നും ഉപദ്രവിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എവിടെയാണോ അട വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ എഗ് ബോക്സ് സെറ്റ് ചെയ്തിട്ട് കന്നിപ്പടനെ അവിടെ മുട്ടടിച്ച് ശീലാക്കിക്കുക. അവിടെ ഒരു മുട്ട വെറുതെ ഡമ്മി മുട്ട വെച്ചാൽ മതി. അപ്പോൾ അത് അവിടെ വന്ന് ഇട്ടോളൂ. അപ്പോൾ ഞാനൊക്കെ കൂട്ടിൽ അട വെക്കുന്ന ആളാണ്. ചില ആൾക്കാരൊക്കെ തുറസായ സ്ഥലത്ത് വെച്ചിട്ട് കോഴി എണീറ്റ് പോവും വരും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നടക്കൂല, കാക്കശല്യം ഭയങ്കരമാണ്. അപ്പോൾ ഞാൻ ഏത് കൂട്ടിലാണോ അട വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെയാണ് ഈ കന്നിപ്പടനെ അധികം ആട്ടി മുട്ടടിച്ച് ശീലാക്കുക. അപ്പോൾ അത് അവിടെ മുട്ടിട്ട് ശീലമായിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ അടയിരിക്കും. നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. പിന്നെ രാത്രി മാറ്റി വെച്ചാൽ പ്രശ്നമില്ലാതെ അടയിരിക്കും. ചിലത് രാവിലെ ആകുമ്പോൾ എണീറ്റ് പോകും. കന്നിപ്പടൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം ഒരുവിധം ആൾക്ക് അറിയാം, ചിലർക്ക് അറിയില്ല. അത് ഞാൻ പറഞ്ഞുതരാം.
ഓരോ കോഴിൻ്റെ ടെമ്പറേച്ചർ വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ എല്ലാ കോഴിക്കും ഒരേ ചൂടല്ല ഉള്ളത് ശരീരത്തിന് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, അല്ലാതെ അവിടെ ഇവിടെ നോക്കിയിട്ടും പിന്നെ വിളിച്ച് പറയുന്ന ടെമ്പറേച്ചർ അളന്ന് നോക്കിയിട്ടൊന്നും പറയല്ല, അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ 2 കോഴിനെ അട വെച്ച്, ചില കോഴി 21 ദിവസം കഴിഞ്ഞിട്ടാണ് വിരിയുന്നത്, ചിലത് 19 ദിവസം കൊണ്ട് വിരിയുന്നുണ്ട്, കരിയില 19 ദിവസം കൊണ്ട് വിരിയുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കന്നിപ്പടനെ അട വെച്ച് നോക്കി, 19 ദിവസം കൊണ്ട് അധികവും 80% കന്നിപ്പടം വിരിയും. എന്താണെന്ന് വെച്ചാൽ ഈ സാധാരണ തള്ളക്കോവിനെക്കാട്ടിലും ശരീരത്തിന് ചൂട് കൂടുതലായിരിക്കും കന്നിപ്പടക്ക് ഉണ്ടാവുക. പിന്നെ അതുമല്ല, കന്നിപ്പടക്ക് വെച്ച മുട്ടകൾ എല്ലാം വിരിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടുത്തെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്, ബാക്കിയുള്ളവർക്ക് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ കന്നിപ്പട നല്ല ചൂടുണ്ടാവും അതിൻ്റെ ശരീരത്തിന്. കന്നിപ്പടക്ക് അട വെച്ചാൽ എല്ലാം വിരിയുകയും ചെയ്യും. ആ മക്കൾക്ക് അതിൻ്റെ ചൂട് കിട്ടിയ എത്രയോ ചൂട് കിട്ടണം അതിനനുസരിച്ചിട്ടാണ് കോഴിക്കുട്ടികളുടെ വളർച്ച ഉണ്ടാവുക. അല്ലാതെ നമ്മൾ കൊടുക്കുന്ന സ്റ്റാർട്ടറിൻ്റെ അളവനുസരിച്ചിട്ടല്ല. നമ്മൾ കുറേ സ്റ്റാർട്ടറും വെള്ളം കൊടുത്തുകൊണ്ടൊന്നും കോഴിക്കുട്ടികൾ പെട്ടെന്ന് വളരില്ല. വൈറ്റമിൻ ഡ്രോപ്സൊക്കെ കൊടുത്തുകൊണ്ടും കാര്യമില്ല. ചൂട് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പോൾ ഈ കന്നിപ്പടക്ക് ശരീരത്തിന് നല്ല ചൂടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ മക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, സാധാ കോഴിൻ്റെ മക്കളിനെക്കാട്ടിയും വളർച്ചയും ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും. അപ്പോൾ ഈ കന്നിപ്പടന അട വെക്കരുത് എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരാണ്. കന്നിപ്പടന അട വെക്കുക എപ്പോഴും വെച്ചാൽ കന്നിപ്പടം നല്ലോണം പൊരുതിയതിൻ്റെ ശേഷം അത് മുട്ടയിടുമ്പോൾ തന്നെ അതിനെ സ്ഥലം കാണിച്ചു കൊടുക്കുക. എന്നാൽ ആ സ്ഥലത്ത് തന്നെ അത് അടയിരിക്കുകയും ചെയ്യും, എല്ലാ മക്കളെയും വിരിക്കുകയും ചെയ്യും. ആ മക്കൾക്കൊക്കെ നല്ല ഉഷാറുണ്ടാവും ചെയ്യും. സാധാ കോഴിൻ്റെ മക്കളിനെക്കാട്ടിലും ഉഷാറുണ്ടാവും. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഓരോ കോഴികളുടെ ശരീരത്തിൻ്റെ താപനില വ്യത്യാസമുണ്ട്, എന്തായാലും വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ ഇന്ന് തള്ളക്കോഴി തന്നെ വലിയ മുട്ടിട്ട് നമുക്ക് 2-3 ബാച്ച് വിരിയിച്ച തള്ളക്കോഴികളാണെങ്കിൽ തന്നെ ഒരു കോഴിക്കുള്ള ചൂടായിരിക്കില്ല വേറെ കോഴിക്ക് ഉണ്ടാവുക. എല്ലാവർക്കും ഒരേ ചൂടല്ല ഉണ്ടാവുക. പിന്നെ ഈ ചൂട് കിട്ടിയിട്ട് അതാണ് ഈ വിരിയുന്നതിൽ വ്യത്യാസം വരുന്നത്. ചിലത് 19 ദിവസം കൊണ്ട് വിരിയും, ചിലത് 21 ദിവസം കഴിഞ്ഞാൽ വിരിയും, ചിലത് 21 ദിവസം കഴിഞ്ഞാലും വിരിയാത്തുണ്ട്. അത് കേടായിരിക്കും കേട്ടോ മുട്ട. ചിലവർ പറയും 23-നൊക്കെ വിരിയുന്നു, അത് ചാൻസ് കുറവാണ്. 21 കഴിഞ്ഞാൽ പിന്നെ വിരിയില്ല, വിരിയാത്ത മുട്ട എന്തായാലും വിരിയില്ല. പിന്നെ നമ്മൾ അട വെക്കുമ്പോൾ റിങ്ങൊക്കെ നോക്കിയിട്ടൊക്കെ വെക്കുക, നല്ലപോലെ ക്രോസായ കൊത്തുമുട്ട തന്നെ നോക്കിയിട്ട് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ പിന്നെ കോഴിമുട്ടയിൽ റിങ് ഉണ്ടോ നോക്കാൻ പറഞ്ഞിട്ട് ഒരുവിധ ആൾക്കാർക്കൊന്നും അറിയില്ല. ചിലവരൊക്കെ വാട്സപ്പ് ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ കാണിച്ചു കൊടുക്കാൻ എനിക്കറിയില്ല. നമ്മൾ ടോർച്ചിൽ നോക്കിയാൽ അറിയില്ല, മൊബൈലിൻ്റെ വെളിച്ചത്തിൽ നോക്കിയാൽ നമുക്ക് വേഗം കാണാൻ പറ്റും കേട്ടോ. അത് ഏതോ ഒരു യൂട്യൂബ് വീഡിയോയിൽ ആരോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ ഒക്കെ നമ്മൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നോക്കിയിട്ട് റിങ്ങുകളിലൊക്കെ നോക്കി വെച്ചാൽ പിന്നെ കോഴി നല്ലോണം അടയിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ കന്നിപ്പട ആകുമ്പോൾ നമ്മൾ നിർബന്ധിച്ചിരുത്തിയാൽ ഇവരെന്ത് ചെയ്യും വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഉരുട്ടി കളിക്കും മുട്ടകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി കളിക്കും. കൂടിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചുണ്ടോണ്ട് തട്ടി തട്ടി വേറെ സൈഡിൽ പോയിരിക്കും, വേറെ സൈഡിൽ നിന്ന് അങ്ങോട്ട് പോയിരിക്കും. ചില കന്നിപ്പട ആണെങ്കിൽ പിന്നെ കോഴിമുട്ടയുമ്പോൾ കാഷ്ടിച്ചും വെക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് പിന്നെ ഓരോ ദിവസവും പുറത്തിറക്കുക, തിരിച്ച് കയറ്റുക. അവർക്ക് ആദ്യം തന്നെ മുട്ടയിടാനും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്ഥലം കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ നല്ല സേഫായിട്ടുള്ള സ്ഥലം, ഒരു വെളിച്ചം അധികം ഇല്ലാത്ത സ്ഥലം കാണിച്ചു കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് ഇരുട്ടുള്ള കൂടൊക്കെ, ഇരുട്ടത്താണ് കോഴികൾക്ക് മുട്ടയിടാൻ അധികം സൗകര്യമുള്ളത്, ഇഷ്ടമുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സ്ഥലം. പിന്നെ കന്നിപ്പട മുട്ടയിടാനാകുമ്പോൾ ചിലപ്പോൾ പൂവനും സഹായിക്കലുണ്ട്. പൂവന് പിന്നെ കൂടെ തന്നെ പോയിട്ട് മുട്ടയിടാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം കൂട് പൂവനക്കാണ് കാണിച്ചു കൊടുക്കേണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ. ആട്ടി തെളിച്ച് അടിച്ചാൽ മതി. അപ്പം ഒരു ദിവസം മുട്ടയിട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസവും 2 ദിവസത്തെ കാണിച്ചു കൊടുത്താൽ മതി, പിന്നെ അവിടെ തന്നെ വന്ന് മുട്ടയിട്ടോളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ കന്നിപ്പടൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്.